അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയപ്പെട്ട കൂട്ടുകാരെ, പരിശുദ്ധമാക്കപ്പെടുന്ന ദീനുൽ ഇസ്ലാമിന്റെ ഈമാൻ കാര്യങ്ങളിൽ ഒന്നാമത്തേതാണ് അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിക്കുക എന്നത്. അതിലെ രണ്ടാമത്തേതാണ് മലക്കുകളെ കൊണ്ടുള്ളതായ വിശ്വാസം. മലക്കുകൾ എന്ന് പറഞ്ഞാൽ ആരാണ്? മലക്കുകൾ പ്രകാശം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ഒരു വിഭാഗം സൃഷ്ടികളാണ് മലക്കുകൾ. ആ മലക്കുകള് ജുനൂദുർ റഹ്മാൻ, അല്ലാഹുവിന്റെ സൈന്യങ്ങളാണ്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നടപ്പിൽ വരുത്തുന്ന എല്ലാ ഓരോ പ്രവർത്തനങ്ങളും ഇവിടെ നടത്തുന്നത് മലക്കുകളാണ്. പ്രപഞ്ചത്തിന്റെ ഏത് മേഖലയിലേക്ക് ചെന്നെത്താൻ, ഭൂമിലോകത്തിന്റെ മുക്കുമൂലകളിലേക്ക് എത്തിച്ചേരാൻ കഴിവുള്ള പ്രാപ്തരായ ഒരു വിഭാഗമാണ് മലക്കുകൾ എന്ന് പറയുന്നത്. ആ മലക്കുകൾ രാത്രി മുഴുവനും അല്ലാഹുവിന്റെ ഇബാദത്ത് എടുത്താൽ, പകൽ സമയം രാത്രി വരെ ഇബാദത്തുകൾ എടുത്തു കഴിഞ്ഞാൽ അവർക്ക് ക്ഷീണമോ ഉണ്ടാകാറില്ല. അതേപോലെ തന്നെ മലക്കുകൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ സ്പീഡിൽ സഞ്ചരിക്കുന്നവരാണ്. എത്രത്തോളം എന്ന് വെച്ചാൽ മഹാന്മാർ പഠിപ്പിക്കുന്നത് 2,97,600 കിലോമീറ്റർ ഒരൊറ്റ സെക്കൻഡിൽ അത്രയും വേഗതയിൽ സഞ്ചരിക്കാൻ കഴിവുള്ള ഒരു വിഭാഗമാണ് മലക്കുകൾ എന്ന് പറയുന്നത്. പരിശുദ്ധമാക്കപ്പെടുന്നതായ ഖുർആൻ ഓതുന്ന സ്ഥലങ്ങളിലേക്ക് റഹ്മത്തിന്റെ മലക്കുകൾ ഇറങ്ങുന്നു. അതേപോലെ തന്നെ സ്വലാത്തിന്റെ മജ്‌ലിസുകൾ, പരിശുദ്ധമാക്കപ്പെടുന്നതായ ദീനുൽ ഇസ്ലാമിന്റെ അറിവുകൾ പഠിപ്പിക്കുന്ന ഇൽമിന്റെ മജ്‌ലിസിലേക്ക് റഹ്മത്തിന്റെ മലക്കുകൾ ഇറങ്ങുന്നു. തുടങ്ങിയ നല്ല നല്ല സദസ്സുകളിലേക്ക് റഹ്മത്തിന്റെ മലക്കുകൾ ഇറങ്ങുന്നു. ആ മലക്കുകൾ മനുഷ്യരായ നമ്മളുടെ പ്രവർത്തനങ്ങളെല്ലാം വീക്ഷിക്കുന്നവരാണ്. നമ്മളുടെ വലതും ഇടതുമായി മലക്കുകളാണ്. നമ്മളുടെ നന്മകൾ രേഖപ്പെടുത്തുന്നവർ, തിന്മകൾ എഴുതി വെക്കുന്നതായ വിഭാഗം മലക്കുകളുടെ കൂട്ടത്തിലാണ്. അതുകൊണ്ട് തന്നെ ഈ മലക്കുകൾ കൊണ്ടുള്ളതായ വിശ്വാസം ഒരു മുഅ്മിനായ മനുഷ്യന്റെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കുക എന്നത് വളരെ അത്യാവശ്യമായ കാര്യമാണ്. ആ മലക്കുകൾ അവര് പുരുഷന്മാരെന്നോ സ്ത്രീകളെന്നോ അവരിൽ വ്യത്യാസങ്ങളില്ല. എന്ന് മാത്രമല്ല, അവർ ഭക്ഷണം കഴിക്കുന്നവരല്ല, വെള്ളം കുടിക്കുന്നവരല്ല, അവർക്ക് ഉറക്കമില്ല. മുഴുവൻ സമയങ്ങളിലും അവർ പ്രവർത്തന മേഖലയിലാണ് അവരുണ്ടാകാറുള്ളത്. ആ മലക്കുകൾ എത്ര പ്രവർത്തിച്ചാലും അവർക്കൊരു മടിയോ ഒരു ക്ഷീണമോ ഒന്നും ഉണ്ടാകാറില്ല. അതുപോലെ തന്നെ ആ മലക്കുകളുടെ കൂട്ടത്തിൽ വളരെ പ്രധാനമായിട്ടുള്ളതായ 10 മലക്കുകളെ കുറിച്ച് നമ്മൾ പഠിക്കുക എന്നത് അത്യാവശ്യമാണ്. ആ 10 മലക്കുകളല്ലാത്ത മറ്റു വിഭാഗങ്ങളും മലക്കുകളുടെ കൂട്ടത്തിലാണ്. അതിൽ ഒന്നാണ് ഹമലത്തുൽ അർശ്, അർശിനെ വഹിക്കുന്നവർ, അർശിന്റെ കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുകയും അത് നോക്കി നടക്കുന്ന വിഭാഗമാണ് മലക്കുകളുടെ കൂട്ടത്തിൽ ഒരു വിഭാഗം. ഹാക്കൂന ഹൗലൽ അർശ്, അർശിനെ ചുറ്റുന്ന, അർശിനെ ചുറ്റി നടക്കുന്നതായ ഒരു വിഭാഗം മലക്കുകളുണ്ട്. സഫർ, അതേപോലെ തന്നെ ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് പകർത്തി എഴുതുന്നതായ ഒരു വിഭാഗം മലക്കുകളുടെ കൂട്ടത്തിലാണ്. കതബത്തെ, മനുഷ്യരുടെ വാക്കും പ്രവൃത്തിയും എഴുതുന്നവരാണ്. ഹഫലത്തെ, മനുഷ്യരെ ആപത്തുകളിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നവരും മലക്കുകളുടെ കൂട്ടത്തിലാണ്. അതേപോലെ തന്നെ ഹസനത്തുൽ ജന്ന, സ്വർഗത്തിനെ കാക്കുന്ന വിഭാഗമാണ്. ഹസനത്തുൽ നാർ, നരകത്തിനെ കാക്കുന്ന വിഭാഗമാണ്. പിന്നെ വ്യത്യസ്തങ്ങളായ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ മലക്കുകളുടെ കൂട്ടത്തിലില്ല. കൂടുതലായി പരിശുദ്ധമാക്കപ്പെടുന്ന ദീനുൽ ഇസ്ലാമിനെ കുറിച്ച് മനസ്സിലാക്കാൻ, മലക്കുകളെ കുറിച്ച് നന്നായി മനസ്സിലാക്കാൻ അല്ലാഹു തആല നമ്മൾക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇവരോടുള്ളതായ വിശ്വാസമാണ് ഒരു സത്യവിശ്വാസിയുടെ ഹൃദയത്തിൽ ഉണ്ടാകുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.